വിദ്യാധിരാജ ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ജീവകാരുണ്യ നിരൂപണവും വള്ളലാർ രാമലിംഗസ്വാമികളുടെ ജീവകാരുണ്യ ഒഴുക്കവും ഇനി നമുക്ക് നോക്കാം. ജീവകാരുണ്യ നിരൂപണവും ജീവകാരുണ്യ ഒഴുക്കവും ഒരേ മഹാസ്രോതസ്സിൽ നിന്ന് പ്രവഹിച്ച ദിവ്യമായ കാരുണ്യാമൃതമാണ്. ഈ കാരുണ്യാമൃതം എവിടെ നിന്ന് പ്രവഹിച്ചു എന്ന് നാം ആദ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹിമാലയ ശൃംഗങ്ങളുടെ ഉത്തുംഗ സോപാനത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ മഹാകാരുണ്യം സമതലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനസമൂഹങ്ങളെ ആകെ സ്നേഹനിർഭരമാക്കി മാറ്റുന്ന, കാരുണ്യനിർഭരമാക്കി മാറ്റുന്ന മഹനീയമായ ആ യോഗ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ തലക്കലെ 2 സ്വർണ്ണഗോളങ്ങളാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളും അതേപോലെ തന്നെ വള്ളലാർ രാമലിംഗസ്വാമികളും. 2 പേരുടെയും ജീവിത കാലഘട്ടം ഒരേ സമയത്താണ്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച, ഒരേ ദർശനങ്ങളിൽ ആകൃഷ്ടരായി ജീവിതം മുഴുവനും മനുഷ്യസേവയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ആ മഹായോഗീശ്വരന്മാരുടെ സമാന സ്വഭാവമുള്ള 2 കൃതികൾ ഏത് മഹാപ്രവാഹത്തിൽ നിന്നാണ് ഉറവ എടുത്തത് എന്ന് ആദ്യം നമുക്ക് ചിന്തിക്കാം. ശരിക്കും ചട്ടമ്പിസ്വാമി തിരുവടികളും അതേപോലെ വള്ളലാർ രാമലിംഗസ്വാമികളും 2 പേരും ശിവയോഗികളായിരുന്നു എന്നുള്ളതാണ് സത്യം. മഹാശിവയോഗികളായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ മഹാശിവയോഗത്തിൻ്റെ പിന്നിൽ അവരെ പ്രേരിപ്പിച്ച ദർശനം എന്ന് പറയുന്നത് ശിവദർശനമാണ്. ഈ ശിവദർശനം ഉൾക്കൊള്ളുന്നത് ശിവാഗമങ്ങളിൽ നിന്നാണ്. 9 ശിവാഗമങ്ങൾ, ശ്രേഷ്ഠമായ 9 ശിവാഗമങ്ങൾ അവർ തങ്ങളുടെ ഹൃദയത്തിൽ ആവാഹിച്ചിരുന്നു. പ്രത്യേകിച്ചും പറഞ്ഞാൽ ഈ ശിവാഗമങ്ങളുടെ എല്ലാം രത്നചുരുക്കമാണ് തിരുമൂലദേവൻ്റെ തിരുമന്ത്രം. ആ തിരുമന്ത്രത്തിലെ ദർശനമാണ് ശിവാഗമ ദർശനമായ സ്നേഹദർശനം. അതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം: അൻപേ ശിവം. അൻപേ ശിവം എന്നുള്ളത് ആത്മാവിൻ്റെ ദിവ്യമായ ഭാഷയാണ്. അതായത് ആത്മാവിൻ്റെ 3 സ്വഭാവങ്ങൾ അസ്ഥി, ഭാതി, പ്രിയം എന്നിവയാണ്. അസ്ഥി എന്നുള്ളത് ഉണ്ട്, ഞാനുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം. ഭാതി എന്നുള്ളത് പ്രകാശം. പ്രിയം എന്നുള്ളത് പ്രേമം, സ്നേഹം, അൻപ്. ആ അൻപ് എന്നുള്ളത് ആത്മാവിൻ്റെ മഹത്തായ 3 സ്വഭാവവിശേഷങ്ങളിൽ പ്രഥമഗണനീയമാണ് അൻപ്. ശിവൻ തന്നെ അൻപാണ്, അൻപ് തന്നെ ശിവനാണ്. ഈ ദർശനമാണ് ശൈവദർശനത്തിൻ്റെ കാതൽ. അൻപിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് കാരുണ്യം പ്രവഹിക്കുന്നു. സ്നേഹവും കരുണയും ഒന്നാണ്. അതായത് ലവ് ആൻഡ് കമ്പാഷൻ. ലവിൽ നിന്നാണ് കമ്പാഷൻ ഉണ്ടാകുന്നത്, കമ്പാഷനിൽ നിന്നാണ് ലവ് ഉണ്ടാകുന്നത്. അത് വിശ്വസ്നേഹമാണ്, ആ വിശ്വപ്രേമമാണ്. അതിൽ നിന്നാണ് കാരുണ്യം, ജീവകാരുണ്യം പ്രവഹിക്കുന്നത്. അപ്പോൾ സ്നേഹവും കാരുണ്യവും 2 അല്ല, 1 തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു.
ഈ സ്നേഹകാരുണ്യങ്ങളുടെ മഹാപ്രവാഹമാണ് ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണവും അതേപോലെ വള്ളലാർ രാമലിംഗസ്വാമികളുടെ ജീവകാരുണ്യ ഒഴുക്കവും. രണ്ടിൻ്റെയും മൂലമെന്ന് പറഞ്ഞത് ശിവദർശനത്തിലെ അൻപേ ശിവമാണ്. അൻപേ ശിവം എന്ന ദർശനത്തിൽ നിന്നാണ്, പ്രേമത്തിൽ നിന്നാണ് മഹാകാരുണ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ലവ് ആൻഡ് കമ്പാഷൻ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. സ്നേഹം തന്നെയാണ് കാരുണ്യം, കാരുണ്യം തന്നെയാണ് സ്നേഹം എന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം തമിഴിലെ ആ ശൈവാഗമ ദർശനം എന്താണ് എന്ന് അല്പം കുറച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശിവാഗമങ്ങളുടെ ആകത്തുകയായ തിരുമൂലരുടെ തിരുമന്ത്രത്തിലെ 1-ാം തന്ത്രത്തിലെ ഒരു ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ അൻപ് ഉടൈമ എന്നാണ്. അൻപ് ഉടൈമ, അതായത് സ്നേഹശീലം. ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ സ്നേഹം, അൻപ് ഉടമൈ എന്നാണ്. നമുക്ക് അതിൻ്റെ കുറച്ച് വിവരങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ജീവകാരുണ്യ നിരൂപണത്തിലേക്കും ജീവകാരുണ്യ ഒഴുക്കത്തിലേക്കും പ്രവേശിക്കാൻ പറ്റുള്ളൂ. രണ്ടു പേർക്കും അവിടാത്മാവിനെ കോരിത്തരിപ്പിച്ച ചേതോ വികാരങ്ങളാണ് ശിവദർശനം. ആ ശിവദർശനത്തിൻ്റെ കാതലാണ് ഇവിടെ തിരുമൂലദേവൻ അൻപ് ഉടമയിൽ വിവരിക്കുന്നത്. നമുക്ക് ആ പാടലിലേക്ക് കിടക്കാം. ആ മന്ത്രം ഇതാണ്: അൻപും ശിവവും ഇരണ്ടൻപർ അറിവിലാർ, അൻപേ ശിവമാവത് ആരും അറിയിലാർ, അൻപേ ശിവമാവത് ആരും അറിந்த പിൻ അൻപേ ശിവമായി അമർന്നിരുന്നാരേ. അതിൻ്റെ അർത്ഥം ഇതാണ്: സ്നേഹമാണ് ശിവമെന്നറിയാത്ത മൂഢന്മാരാണ് സ്നേഹവും ശിവനും രണ്ടാണെന്ന് പറയുന്നവർ. സ്നേഹം തന്നെയാണ് ശിവൻ. ഇത് ആര് അറിയുന്നുവോ അവർ സ്നേഹമായി ശിവമായി അങ്ങ് മാറുന്നു. എല്ലാ സ്നേഹങ്ങൾക്കും അടിസ്ഥാനമായി നിൽക്കുന്ന ആത്മാവാണ് പരമപ്രേമാസ്പദമായിട്ടുള്ള ഈ പ്രേമം എന്ന് സാരം. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവന്തി. ആത്മാവിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് പ്രിയം അഥവാ പ്രേമം. അപ്പോൾ സ്നേഹം തന്നെയാണ് ശിവൻ. അറിവില്ലാത്തവർ സ്നേഹവും ശിവനും രണ്ടാണെന്ന് പറയുന്നു. സ്നേഹവും ശിവനും ഒന്നാണ് എന്ന് ആരും അറിയുന്നില്ല. അതറിഞ്ഞവർക്ക് ശിവൻ തന്നെയാണ് സ്നേഹം. അവർ ശിവനും സ്നേഹവും ഒന്നായി അവരുടെ ഹൃദയത്തിൽ ഒന്നായി അലിഞ്ഞു ചേരുന്നു. അതിൽ നിന്നാണ് കാരുണ്യത്തിൻ്റെ മഹാപ്രവാഹം പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നെയും തിരുമൂലദേവൻ വിവരിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് മാത്രം കിടക്കാം. തിരുമൂലദേവൻ പറയാണ്: എൻ്റെ നന്ദീശൻ പൊന്നിൻ്റെ ശോഭ പടർത്തിയ പുലിത്തോൽ ധരിച്ചവൻ, അവൻ മിന്നലിൻ്റെ പ്രകാശം പോലുള്ള ചന്ദ്രക്കലയെ ശിരസിലണിഞ്ഞ ഊർദ്ധകേശൻ, ദേഹമാസകലം ചുടലച്ചാമ്പലാൽ അഭിഷിക്തനായവൻ. അങ്ങനെയുള്ള നന്ദീശനിൽ എൻ്റെ സ്നേഹമാകുന്ന ഞരമ്പുകൾ പിന്നിപ്പിണഞ്ഞു കിടക്കുന്നുവല്ലോ. അപ്പോൾ നന്ദീശൻ്റെ ഞരമ്പുകളാണ്, സ്നേഹ ഞരമ്പുകളാണ് ഈ ഞാനെന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. എല്ലിനെ വിറകാക്കി ശരീരം അറുത്തിട്ട് അഗ്നിയായി പൊന്നിനെ ഉരുക്കുന്നത് പോലെ സ്ഫുടം ചെയ്തെടുത്താലും സ്നേഹധർമ്മത്താൽ ഉള്ളമുരുകി പ്രാർത്ഥിച്ചു നിൽക്കുന്ന എന്നെപ്പോലെയുള്ളവർക്കല്ലാതെ മറ്റാർക്കും ആ മന്യവർദ്ധനായ നന്ദീശൻ കാഴ്ച അരുളുകയില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതായത് നന്ദീശൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ സ്നേഹം കൊണ്ട് ഹൃദയം നിറയണം. കണ്ടോ, എല്ലിനെ വിറകാക്കി
ശരീരം അറുത്തിട്ട് ആ അഗ്നിയിൽ പൊന്നിനെ ഉരുക്കുന്നത് പോലെ സ്ഫുടം ചെയ്തെടുത്താൽ ഹൃദയം സ്നേഹം കൊണ്ട് നിറയും. ആ ഉള്ളമുരുകം, സ്നേഹം കൊണ്ട് ഉള്ളമുരുകം, അതിൽ നിന്ന് കാരുണ്യം, കരുണ പ്രവഹിക്കും. സ്നേഹശീലർ കാണുന്നതെല്ലാം ഹരൻ്റെ കാഴ്ചയായിരിക്കും. കാരുണ്യവാന്മാരുടെ കാഴ്ചയിലും ഹരൻ്റെ കാലടിയായിരിക്കും തെളിയുന്നത്. മറിച്ച് നെഞ്ചിൽ സ്നേഹവും കാരുണ്യവുമില്ലാത്ത നീചന്മാർ കാണുന്നതെല്ലാം ലൗകിക ജീവിതമെന്ന മായയിൽ തിളച്ച ജന്മദുഃഖമായി മാറിയ അവസ്ഥ പാപം തന്നെയായിരിക്കും. കണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്നു, നോക്കൂ, നെഞ്ചിൽ സ്നേഹവും കാരുണ്യവുമില്ലാത്ത മനുഷ്യർ കാണുന്നെല്ലാം ലൗകിക ജീവിതത്തിൻ്റെ മായയിൽ ജന്മദുഃഖമെന്ന ആ പാപത്തെയാണ്. അപ്പോൾ ജന്മദുഃഖമെന്ന പാപം അനുഭവിക്കുന്നത് ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവുമില്ലാത്തതുകൊണ്ടാണ്. ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും നിറയുമ്പോൾ, അൻപും ദയയും നിറയുമ്പോൾ അയാളുടെ ഹൃദയം ശിവഹൃദയമായി മാറുന്നു. സ്നേഹവായ്പോടെ ആ ഉത്തമനെ ഉണർന്ന് സ്നേഹവാത്സല്യത്താൽ അവൻ മുന്നിലലിഞ്ഞ് അവനെ സ്തുതിക്കുവിൻ. സ്നേഹമതിൽ അലിഞ്ഞണയുന്ന ഭഗവാൻ നന്ദീശൻ പ്രിയമാർന്ന് ഞങ്ങളെ പുണർന്നിരിക്കുന്നു. അപ്പോൾ ഒരു ശിവസാധകൻ്റെ അവസ്ഥയാണ് പറയുന്നത്. സ്നേഹവായ്പോടെ ആ ഉത്തമനെ പുണരുന്നു. ശിവൻ തന്നെയാണ് ആ ഉത്തമനായ ശിവസാധകൻ. സ്നേഹവായ്പോടെ ഉത്തമൻ ജീവിക്കുന്നു. അതിൽ നിന്ന് കരുണ പ്രവഹിക്കുന്നു. സ്നേഹവാത്സല്യത്താൽ അവൻ മുന്നിലലിഞ്ഞ് ശിവനിതാ നിൽക്കുന്നു. സ്നേഹമതിൽ അലിഞ്ഞുണരുന്ന ഭഗവാൻ നന്ദീശൻ പ്രിയമാർന്ന് നമ്മളെ പുണരട്ടെ. അപ്പോൾ ശിവൻ സ്നേഹത്താൽ നമ്മെ പുണരട്ടെ. എൻ്റെ ശിവപെരുമാൻ ഒരു കാലത്തിൽ സ്വയംഭൂവായിരുന്നു എന്ന് വാഴ്ത്തിയാൽ എൻ്റെ ജീവൻ വാനുലകം ദേവലോകമായിത്തീരും. പിന്നീട് പറയാണ്, സ്നേഹമാകുന്ന പ്രഭയോടെ എൻ്റെ സ്നേഹത്തിൽ കലർന്ന് ഭഗവാൻ അലിഞ്ഞലിഞ്ഞ് ഒന്നാകുന്നു. ഹരൻ ആദിയിൽ ലോകം സൃഷ്ടിച്ചു. അതിൽ ജീവജാലങ്ങൾക്ക് വേണ്ട എല്ലാ സുഖഭോഗങ്ങളും സ്നേഹവായ്പോടെ ഒരുക്കി വച്ചു. ഇങ്ങനെ ആ ലോകത്തിൽ സ്നേഹവാത്സല്യത്തോടെ ജീവിതം പുലർത്തുന്ന എല്ലാ ജീവന്മാരെയും കാത്തുരക്ഷിച്ച് അവരുടെ ജീവമാർഗത്തിൽ ഉറ്റതൊരു തുണയായി നിന്ന് വഴികാട്ടി അഖണ്ഡ സ്വരൂപനായി നിൽക്കുന്ന പരൻ എൻ്റെ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ചൊരിയുന്നു. അപ്പോൾ അഖണ്ഡ സ്വരൂപനായ ശിവൻ തന്നെയാണ് സ്നേഹവും കരുണയും. ലവ് ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. ഇതാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും കാരുണ്യത്തിൻ്റെ ഉറവയെക്കുറിച്ചും നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് തിരുക്കുറൾ നോക്കാം. തിരുക്കുറളിലും ഈ സ്നേഹസങ്കല്പം വളർന്ന് വികസിച്ചിട്ടുണ്ട്. തിരുക്കുറളിലെ 8ാം അധികാരത്തിന് ഇട്ടിരിക്കുന്ന പേര് ഇമ്പം എന്നാണ്. അതുപോലെ സ്നേഹത്തിൻ്റെ മറ്റ് ചില ഭാവങ്ങളെയും കാരുണ്യത്തിൻ്റെ ഭാവങ്ങളെയും തിരുവള്ളുവർ തിരുക്കുറളിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ തിരുക്കുറളിൽ നിന്നുകൂടി നോക്കാം. ജീവന് സ്നേഹവുമായി ഗാഢബന്ധമുണ്ട്. ജീവന് ശരീരത്തോട് ഗാഢബന്ധമുണ്ടായത് സ്നേഹത്തിൻ്റെ സമ്പർക്കത്താലാണ്. സ്നേഹം നിമിത്തം ജീവിതാശയം നിന്ന്
പരിശുദ്ധവും മനോഹരമായ ലോകപ്രേമവും അതിൽ നിന്ന് കാരുണ്യവും പ്രവഹിക്കുന്നു. ഈ ലോകത്തിൽ സ്നേഹശീലനായി ജീവിച്ചതിൻ്റെ ഫലമായി പരലോകത്തിൽ അനുഭവിക്കുന്ന ആനന്ദം വളരെ വലുതാണ്. സ്നേഹം ധർമ്മത്തെ നിലനിർത്തുന്നു. അധർമ്മത്തിൽ നിന്ന് മനുഷ്യനെ ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നു. സ്നേഹത്തിൽ നിന്ന് കാരുണ്യം പൊട്ടിപ്പുറപ്പെടുന്നു. സ്നേഹം തന്നെ എല്ലാം എല്ലില്ലാത്ത പുഴുക്കളെ കഠിനമായ വെയിൽ വാട്ടുന്നത് പോലെ ഹൃദയത്തിൽ സ്നേഹമില്ലാത്ത മനുഷ്യനെ ധർമ്മം ഉണക്കിക്കളയും. ഉള്ളിൽ സ്നേഹമേശാത്തവൻ്റെ ജീവിതം കൽത്തറയിൽ ഉണങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ നിൽപ്പ് പോലെ പ്രയോജനശൂന്യമാണ്. സ്നേഹമാകുന്ന ആന്തരീന്ദ്രിയം ഇല്ലാത്തവർക്ക് ബാഹ്യേന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് സിദ്ധി ആണുള്ളത്? അങ്ങനെയല്ലാത്തതെല്ലാം അസ്ഥി തോലിൽ പൊതിഞ്ഞ കോലം മാത്രമാകുന്നു. മഹാസ്നേഹത്തിൽ നിന്ന് മഹാകാരുണ്യം ഉത്ഭൂതമാകുന്നു. ഇതാണ് തിരുക്കുറളിൽ തിരുവള്ളുവർ പറയുന്ന രത്നച്ചുരുക്കം. അപ്പോൾ സ്നേഹവും കാരുണ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്? ആത്മാവിൽ നിന്നാണ്. ആത്മസുഖമാണ് സ്നേഹം. അതാണ് അതിൻ്റെ പ്രത്യേകത. ആത്മാവ് താൻ തന്നെ പ്രേമിക്കുന്നതുകൊണ്ടാണ് ഈ പ്രേമം എല്ലായിടത്തേക്കും നിറഞ്ഞു കവിയുന്നത്. താൻ തന്നെയാണെല്ലാം. ഈ പ്രപഞ്ചമായ എല്ലാം ഞാൻ തന്നെയാണ് എന്നറിയുമ്പോൾ എന്നിലെ എന്നോടുള്ള മഹാസ്നേഹം, എല്ലാ ജീവജാലങ്ങളും ഞാനാണ് എന്നറിഞ്ഞപ്പോഴുണ്ടാകുന്ന ആ മഹാസ്നേഹമായി പ്രവഹിക്കുന്നു. എല്ലാം ഞാനാണ് എന്ന് അറിയുമ്പോൾ ആ സ്നേഹം എല്ലാത്തിലേക്കും പടർന്നൊഴുകുന്നു. ആ സ്നേഹത്തിൽ നിന്നാണ് മഹാകാരുണ്യം പ്രവഹിക്കുന്നത്, ജീവകാരുണ്യം. എല്ലാം കരുണയുടെ ഇതിഹാസമാണ്. അപ്പോൾ കരുണയുടെ ഇതിഹാസമായ ഈ ജീവിതം, ഈ ലോക ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് സ്നേഹം. സ്നേഹത്തിൽ നിന്ന് കാരുണ്യം പ്രവഹിച്ച് ഈ ലോകത്തെയാകെ സ്നേഹകാരുണ്യ ദർശനങ്ങളാൽ പുളകിതമാക്കി ഏകലോകത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ ഒഴുക്കമെഴുതിയ വള്ളലാർ രാമലിംഗസ്വാമികളും നമ്മളോട് പറയുന്നത്. അപ്പോൾ സ്നേഹവും കാരുണ്യവും പരസ്പരം ഒന്നായി ഒഴുകിച്ചേർന്നിരിക്കുന്നു. മഹാസ്നേഹത്തിൽ നിന്നാണ്, ആത്മസുഖമായ മഹാസ്നേഹത്തിൽ നിന്നാണ് മഹാകാരുണ്യ പ്രവാഹമുണ്ടാകുന്നത്. അതായത് ശിവൻ തന്നെ സ്നേഹം തന്നെ കരുണ. അപ്പോൾ ശിവനും സ്നേഹവും കരുണയും ഒന്നായിത്തീരുന്ന ഇതിഹാസ കാവ്യമാണ് ജീവകാരുണ്യ നിരൂപണവും ജീവകാരുണ്യ ഒഴുക്കവും. ഇനി നമുക്ക് ജീവകാരുണ്യത്തിലേക്ക് കിടക്കാം. ഓം ശിവായ നമഃ.